നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം കണ്ണൂർ ജില്ലയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ, ഇരിക്കൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ, കുയിലൂർ പ്രദേശത്ത് മഞ്ഞപ്പിത്ത വ്യാപനം വല്ലാത്ത നിലയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഏതാണ്ട് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 5-10 പേർക്ക് കുയിലൂർ മേഖലയിൽ മഞ്ഞപ്പിത്തം ഉണ്ട്. പെടയങ്കോട് വാർഡിലുണ്ട്. ഇരിക്കൂർ ഭാഗത്ത് നിരവധി പേർക്കുണ്ട്. 1-2 പേര് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ മഴക്കാലം, അതുപോലെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ വെള്ളക്കയറ്റം, വെള്ളപ്പൊക്കം ഉണ്ടായ ഇത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം പടരാതിരിക്കാൻ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിക്കണം. മഞ്ഞപ്പിത്തം പിടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒരു പ്രയാസകരമാണ്. പ്രയാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാ രോഗമൊന്നുമല്ല, മാറും. എന്നാൽ തുടക്കത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടകാരിയുമാണ്. ശ്രദ്ധിച്ചാൽ ഭയം വേണ്ട, ജാഗ്രത മതി. ജാഗ്രത ഉണ്ടായാൽ അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ കാലം വരികയാണ്. ഓണാഘോഷ പരിപാടികൾ, പലയിടങ്ങളിലും സദ്യകൾ, അങ്ങനെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സദ്യ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളം കൃത്യമായ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചൂടാക്കിയ വെള്ളം കൃത്യമായി തിളപ്പിച്ച് തണിഞ്ഞ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം. ഇപ്പം നമ്മളൊക്കെ പലരും കടകളിൽ നിന്നായാലും ഹോട്ടലിൽ നിന്നായാലും പലപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് തണിച്ചിട്ട് കുടിക്കും. അങ്ങനെ കുടിച്ചാൽ പകർച്ചവ്യാധികൾ ഉണ്ടാകും. തിളക്കുന്ന വെള്ളം അതുപോലെ തിളപ്പിച്ച് വെച്ച് അവിടുന്ന് ആറിയ വെള്ളം കുടിക്കണം. അതിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ പറയുന്ന വിവാഹ ചടങ്ങുകൾ, ഫങ്ഷനുകൾ, അതുപോലെ തന്നെ ഈ വരുന്ന ഓണാഘോഷ പരിപാടിയാണെങ്കിലും ഒരു വലിയ പാത്രത്തിൽ നേരത്തെ കാലത്തെ വെള്ളം ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ തണുപ്പിച്ച് വിതരണം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെറിയ പനി, ചുമ, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നിലയിൽ ഡോക്ടറെ കാണിക്കുക. നിങ്ങളുടെ പ്രദേശത്തുള്ള ആശാ വർക്കർമാരെ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പബ്ലിക് ബാത്റൂമുകൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെ നിന്നാണ് ഇത് പകരുക. കൃത്യമായ നിലയിൽ ക്ലോറിനേഷൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് മാത്രമേ പബ്ലിക് ബാത്റൂമുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലുകളൊക്കെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെയുള്ള ബാത്റൂമുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ആ നിലയിൽ ചെയ്യാൻ പാടുള്ളൂ. മഞ്ഞപ്പിത്തം ബാധിതരായ ആളുകളുടെ വീട്ടിലെ ബാത്റൂം ഉപയോഗിക്കുമ്പോഴും അവർ ഉപയോഗിച്ച ബാത്റൂം അവർ മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ നിലയിൽ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിലൂടെ പകരാൻ സാധ്യതയുണ്ട്, പകരും. അപ്പോൾ അതുകൊണ്ട് ഈ നിലയിൽ മഞ്ഞപ്പിത്തം നമ്മൾ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മറ്റ് മാരക രോഗങ്ങളൊക്കെയുള്ള ആളുകൾ ഈ സാഹചര്യത്തിൽ, കരൾ രോഗം, വൃക്ക, ക്യാൻസർ രോഗങ്ങളുള്ള ആളുകൾ ഈ സമയത്ത് പുറത്ത് പോകുമ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. മറ്റേ ബോട്ടിൽ വെള്ളം വാങ്ങി കുടിക്കുന്നതാണ് കുറേ കൂടി നല്ലത്. അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ ഫ്ലാസ്കിൽ വെള്ളം കരുതി കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഹോട്ടലിൽ എങ്ങനെയായാലും അവർ ജഗ്ഗിൽ നിറച്ച് വെക്കുന്നതും മിക്സ് ചെയ്ത വെള്ളം തന്നെയാണ്. ലൈവ് ചൂടുവെള്ളം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമാണ്. അല്ലാതെ 1/2 ഗ്ലാസ് ചൂടുവെള്ളവും 3/4 ഗ്ലാസ് മറ്റേ പച്ചവെള്ളവും ഒഴിച്ചിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പിത്തം വ്യാപനമാണ്. അത് വ്യാപിക്കാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും ശ്രദ്ധിക്കണം. ആഘോഷങ്ങളാണ്. അവിടങ്ങളിലൊക്കെ ഓണസദ്യ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ കൊടുക്കുന്ന വെള്ളം, അവിടെ കൊടുക്കുന്ന ഭക്ഷണം, കാര്യങ്ങളെല്ലാം കൃത്യമായ ശ്രദ്ധയോടുകൂടി അപകടം വിളിച്ചു വരുത്താത്ത നിലയിൽ കൈകാര്യം ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല.
അപ്പോൾ മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ നാടുകളിലുള്ള ആഘോഷങ്ങൾ ചുരുക്കി, അതുപോലെ തന്നെ വെള്ളം ക്ലോറിനേഷൻ, വീടുകളിലുള്ള വെള്ളമായാലും കുടിക്കുന്ന വെള്ളം ക്ലോറിനേഷൻ ചെയ്ത് തിളപ്പിച്ച് ആറ്റി കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവയവദാനം ചെയ്യാനോ രക്തദാനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഭാവിയിൽ എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നവരെ എല്ലാവരും ഒന്ന് കരുതലോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ മഞ്ഞപ്പിത്തം ശ്രദ്ധിക്കുക. പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ